താജ്മഹലിന്റെ ഉള്ളിൽ സന്ദർശിക്കുന്ന പലരും ചില ഭാഗത്തേക്ക് അവരെ കടത്തിവിടുന്നില്ല എന്നുള്ളത് പണ്ടേക്ക് വേണ്ടി അറിയാവുന്നതാണല്ലോ. ഡൽഹിയിൽ അവിടെ താജ്മഹലിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, എല്ലാ ഭാഗത്തേക്കും ആളുകൾക്ക് പ്രവേശനമില്ല. ചില ഇടങ്ങളിൽ അതിനകത്ത് ക്ഷേത്രത്തിന്റെ സമാനമായ ഭാഗങ്ങൾ ഉണ്ടെന്നും ചില കൊത്തുപണികളും ചില ലിഖിതങ്ങളും ഒക്കെ അതിന്റെ അകത്ത് ഉണ്ടെന്നുള്ളത് പലരും പല രീതിയിൽ പുറത്തുവിട്ടതാണ്. അതൊക്കെ വെരിഫൈഡ് അല്ലെന്ന് മാത്രം. എനിക്കിപ്പോ ഓഫ് ഹാൻഡ് വെരിഫൈഡ് ആയിട്ട് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു പെറ്റീഷണർ ഒരു പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് അന്വേഷിക്കുകയും അതിനകത്ത് അങ്ങനെ ഉണ്ടോ എന്ന് നോക്കുകയും ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ് നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ആരും ഇവിടെ ഇപ്പൊ ഈ ഇസ്ലാമിക് സോഴ്സസിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് സോഴ്സസിൽ നിന്നും ചില ട്രോളുകൾ വരുന്നുണ്ട്. അതായത് ഗൾഫിലൊക്കെ ഈ ട്രാഫിക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ശിവലിംഗത്തിന് സമാനമായ ചില സാധനങ്ങൾ വെക്കുമ്പോൾ സംഘി പോയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇവിടെ ശിവലിംഗം ഉണ്ടായിരുന്നു, ക്ഷേത്രമായിരുന്നു ക്ലെയിം ചെയ്യുന്നതായിട്ട് കളിയാക്കിക്കൊണ്ട്. സത്യത്തിൽ അങ്ങനെയല്ല. ഈ നാട്ടിൽ എവിടെയാണ് ഹിന്ദുക്കളുടെ ആരാധനാ കേന്ദ്രങ്ങൾ ഇല്ലാതിരുന്നത്? ഈ നാടിന്റെ ഓരോ തരി മണ്ണിലും എന്തെങ്കിലും നമ്മുടെ സംസ്കാരത്തോട് ബന്ധപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരിക്കും. പഴയ രാജനൈതികതയുടെ ഭാഗമായിട്ട് ഇസ്ലാമിക് ഇൻവേഷൻ, അതായത് ഇസ്ലാമിക അധിനിവേശം നടന്ന കാലത്ത് മനഃപൂർവ്വം തന്നെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ വൈഷ്ണവ കേന്ദ്രങ്ങൾ എല്ലാം ആക്രമിച്ചിട്ട് അതിന് മേലെ തന്നെ മറ്റ് സ്ഥലമില്ലാഞ്ഞിട്ടല്ല, ഒരു ഉപഭൂഖണ്ഡമായ ഭാരതത്തിൽ സ്ഥലമില്ലാഞ്ഞിട്ടല്ല, മനഃപൂർവ്വം തന്നെ നിങ്ങളുടെയൊക്കെ വിഗ്രഹാരാധനയെ ഞങ്ങൾ ഇതാ തകർക്കുന്നു, നിങ്ങളുടെ ആരാധനാ സമ്പ്രദായം തെറ്റാണ്, നിങ്ങളുടെ ആരാധനയ്ക്ക് മേലെ ഇത് അള്ളാഹുവിന്റെ വിജയം ഞങ്ങൾ കൈവരിക്കുന്നു എന്ന് മനഃപൂർവ്വം ചെയ്യുന്നതാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കാശിയിലും മഥുരയിലും അയോധ്യയിലും ഒക്കെ നമുക്ക് പണ്ടേ തന്നെ തർക്കം ഉന്നയിക്കേണ്ടി വന്നത് തന്നെ ഞങ്ങളുടെ സുപ്രധാനങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ആത്മീയ കേന്ദ്രങ്ങളെ, ക്ഷേത്രങ്ങളെ നിങ്ങൾ അധിനിവേശത്തിന്റെ ഫലമായിട്ട് കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്നത് മാറ്റണമെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു മുസ്ലിം പള്ളി പൊളിച്ചിട്ട് അവിടെ ഹിന്ദു ക്ഷേത്രം പണിയണമെന്ന് സ്വപ്നേപി ചിന്തിക്കാത്ത ആളുകളാണ്. ഇന്നും നമ്മൾ ചിന്തിക്കുന്നില്ല അങ്ങനെ. ഇത്രയും പൊളിറ്റിക്കൽ മൈറ്റ് ഉണ്ടായിട്ടും ഇതിനെ മറുവശം ചിന്തിച്ചാൽ മതി. കോൺഗ്രസിന് പൊളിറ്റിക്കൽ മൈറ്റ് ഉണ്ടായിരുന്ന കാലത്താണ് മുലായം സിംഗിനെ പോലുള്ള ആളുകൾ ഇത്രയും നിന്ദ്യമായ തരത്തിൽ ഹിന്ദുധർമ്മത്തെ അവഹേളിച്ചത്. ഗ്യാൻവാബിയിൽ ഉണ്ടായിരുന്ന ആരാധനയെ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ കൊണ്ടാണ്, കോർട്ട് ഓർഡർ കൊണ്ടല്ല. ഈ മുലായമിന്റെ ഒരൊറ്റ ശാഠ്യം കൊണ്ടത് ഒറ്റ രാത്രി കൊണ്ട് നിർത്തിവെക്കുകയാണ്. അങ്ങനെ ഹിന്ദുക്കളുടെ ആരാധനയെ, പൂർവികമായ ആരാധനയെ രാഷ്ട്രീയ ബലം ഉപയോഗിച്ചിട്ട്, പൊളിറ്റിക്കൽ മൈറ്റ് ഉപയോഗിച്ച് നിർത്തിവെച്ചവരാണ് കോൺഗ്രസ്സുകാര്. അപ്പൊ ഇനി ഒരിക്കൽ കോൺഗ്രസിന്റെ ഭരണം വന്നാൽ, അല്ലെങ്കിൽ ഇനി ഒരിക്കൽ ഇതുപോലെ ഈ ജിഹാദികൾക്ക് പൂണ്ടു വിളയാടുന്ന അവസരം ഈ കേന്ദ്രത്തിൽ വന്നാൽ അവരെന്തൊക്കെ ചെയ്യുകയില്ല എന്നുകൂടി ഈ പ്രേക്ഷകർ ഓർക്കുന്നത് നല്ലതാണ്. അത് ഞാൻ ഇതിനിടയ്ക്ക് കൂടെ പറയുകയാണ്. സോ പൊളിറ്റിക്കൽ മൈറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് തിങ്. ഒരു ഡിസിഷൻ മേക്കിങ്ങിന്, നമ്മുടെ പൂർവികമായ സംസ്കാരത്തിന്റെ യശസ്സിലേക്ക് അതിനെ തിരിച്ചു പ്രതിഷ്ഠിക്കുന്നതിന് പൊളിറ്റിക്കൽ മൈറ്റ് അത്യാവശ്യമാണ്. ഇവിടെ ചോദിച്ചതിൽ ഈ തേജോ മഹാലയമാണ് താജ്മഹൽ എന്നൊക്കെ പറയുന്നവരുണ്ട്. അതായിക്കൊള്ളുന്നില്ല, അങ്ങനെ തന്നെയാണ് അതിന്റെ പേരെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പൗരാണികമായ ഒരു ശിവലിംഗത്തിന്റെ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിന്റെ ചില മാതൃകകൾ അതിൻ്റെ അകത്ത് അവശേഷിച്ചിട്ടുണ്ട്. ഇപ്പൊ ചിലര് ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് അന്നത്തെ കാലത്ത് ഈ പൂർണ്ണമായും ക്ഷേത്രം പൊളിച്ചു കളഞ്ഞിട്ട് ഒരു ഇസ്ലാമിക പള്ളി സ്ഥാപിച്ചാൽ എന്താണ് തെറ്റ്? അങ്ങനെയല്ല ചെയ്യുന്നത്. ഇതിനകത്ത് വേർഷിപ്പ് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കണം, ഇതാ ഈ ഷിർക്കിന് മേലെ, ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ഏറ്റവും കൊടിയ പാപമാണ്. ഇസ്ലാമിക നിയമപ്രകാരം, ഖുർആൻ പ്രകാരം, ഹദീസ് പ്രകാരം, അവരുടെ തഫ്സീറുകൾ പ്രകാരം ഒരു മുസ്ലിം ചെയ്യാവുന്ന ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ മറ്റു വസ്തുക്കൾ കൊണ്ടോ വിഗ്രഹങ്ങൾ നിർമ്മിക്കുകയും അത് അള്ളാഹുവിന് സമമായിരിക്കുകയും ചെയ്യുകയും അള്ളാഹു അല്ലാതെ മറ്റു ദൈവങ്ങളെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഷിർക്കാണ്. അത്തരത്തിൽ ഷിർക്ക് ചെയ്താൽ അത് വ്യഭിചാരത്തെക്കാൾ, ആസനത്തിൽ സ്വർണം കൊണ്ടുവരുന്നതിനേക്കാൾ, ഈ രാഷ്ട്രത്തിന്റെ സമ്പദ്ഘടനയെ തകർക്കുന്നതിനേക്കാൾ, എന്ത് വൃത്തികേടിനും തെമ്മാടിത്തരത്തെക്കാളും ഇസ്ലാം കാണുന്നത് അള്ളാഹു അല്ലാതെ മറ്റൊരു മൂർത്തിയെ ആരാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനാണ് നരകത്തിൽ പോയാൽ ഏറ്റവും വലിയ ശിക്ഷ. അപ്പൊ ഭൂമിയിലും അത്തരക്കാരെ അവരുടെ ക്ഷേത്രങ്ങൾ പൊളിച്ചു കളഞ്ഞിട്ട് അവരുടെ ഐക്കണോക്ലാസം നടത്തിയിട്ട്, മുഹമ്മദ് നബി തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇപ്പോഴുള്ള മെക്കയിലെ പണ്ടുള്ള പ്രാകൃതമായിട്ടുള്ള പഴയ ആചരണക്കാരുടെ അവരുടെ പള്ളിക്ക് മുമ്പിലുണ്ടായിരുന്ന കാളക്കുട്ടിയുടെ വിഗ്രഹം പൊട്ടിച്ചു കളഞ്ഞുവെന്ന് ഖുർആനിൽ പരാമർശമുണ്ട്. കാളക്കുട്ടിയുടെ വിഗ്രഹം എവിടെയാണ് കിടക്കുക നമ്മൾ ഒന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെയുള്ള അനേകം പരാമർശങ്ങൾ ബൈബിളിന്റെ ഒരു ഭാഗത്തുണ്ട്, അതുപോലെ ഖുർആനിൽ മൊത്തത്തിലും ഉണ്ട്. അപ്പൊ ഞാൻ പറയാൻ കാരണം ഈ സെമിറ്റിക് മതങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് ഐക്കണോക്ലാസമാണ്. ഇപ്പൊ താജ്മഹൽ മാത്രമല്ല, സീതാറാം ഗോയൽ അദ്ദേഹം ഹിന്ദു ടെമ്പിൾസ് വാട്ട് ഹാപ്പൻ ടു ദം എന്ന് 2 വോള്യൂം എഴുതിയിട്ടുണ്ട് പുസ്തകം. അതിൽ 48,000 ക്ഷേത്രങ്ങൾ എങ്ങനെയാണ് ഇവർ തകർത്തതെന്നും എപ്രകാരമാണ് അതിനു മേലെ ഇവരുടെ അധിനിവേശ സമ്പ്രദായത്തിന്റെ ചിഹ്നങ്ങളായിട്ടുള്ള
ഈ ഇസ്ലാമിക് ഡോംസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നും നമുക്ക് വ്യക്തമായിട്ട് ആ പുസ്തകം പറഞ്ഞിരുന്നുണ്ട്. സീതാറാം ഗോയൽ എഴുതിയിട്ടുള്ള, അത് PDF അവൈലബിൾ ആണ്, ആർക്കും വായിക്കാം. അതുപോലെ തന്നെ രാം സ്വരൂപ്, നേരത്തെ നമ്മുടെ അബ്ദുള്ള സാർ ഓടിപ്പോയല്ലോ, അതിന് കാരണമായത് എന്റെ ചോദ്യമാണ്, ഇസ്ലാമിൽ സ്ത്രീക്കുള്ള സ്ഥാനം എന്ത്? അപ്പൊ അദ്ദേഹം പലരും ന്യായം പറഞ്ഞു, എന്റെ മക്കൾക്ക് 4 കാറിന്റെ ഒരു 4 കാർ ഓടിക്കുന്നതൊക്കെ പറഞ്ഞു. പക്ഷെ രാം സ്വരൂപ് എന്ന് പറഞ്ഞ ഈ സീതാറാം ഗോയലിനോടൊപ്പം തന്നെ വോയിസ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ട് ചരിത്ര പുസ്തകങ്ങൾ എഴുതിയ രാം സ്വരൂപ് പറഞ്ഞിട്ടുണ്ട്, വിമൻ ഇൻ ഇസ്ലാം എന്നൊരു ചെറിയ പുസ്തകമുണ്ട്. അത് വായിച്ചാൽ അത്യാവശ്യം വായന ഉള്ള അല്ലെങ്കിൽ വായിക്കാൻ അറിയാവുന്ന എല്ലാവർക്കും ബോധ്യമാവും എത്രത്തോളം കാടത്തം നിറഞ്ഞ അല്ലെങ്കിൽ എത്രത്തോളം ഇരുളടഞ്ഞ ഒരു കാലഘട്ടത്തിലേക്കാണ് ശരിയ നിയമം ഒരു മനുഷ്യ സ്ത്രീയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് വ്യക്തമാവും. ഇപ്പൊ താജ്മഹൽ എന്ന് പറയുന്നതിന്റെ ഉള്ളിൽ, ഇത് ഞാൻ ഇപ്പോഴല്ല, ഏതാണ്ട് 2010 കാലഘട്ടത്തിൽ ആരോ ഒരാൾ എനിക്ക് വളരെ വിശദമായിട്ട് 4-5 പേജുകൾ അതിന്റെ അകത്തു നിന്ന് എടുത്ത ചിത്രങ്ങൾ അയച്ചു തന്നിരുന്നു. ആ ചിത്രങ്ങളിൽ പലപ്പോഴും ഓംകാരം കൊത്തിവെച്ചതായിട്ടും ശിവലിംഗത്തിന്റെ മാതൃക ഉള്ളതായിട്ടും ചില കൊത്തുപടി ഉള്ളതായിട്ടും കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു സ്ത്രീയെ കൊണ്ട് 14 പ്രസവിപ്പിച്ച് അവളെ ആ പ്രസവത്തിൽ ബ്ലീഡിംഗ് കൊണ്ട് ചത്തുപോയിട്ട് അവളോടുള്ള മഹത്തായ പ്രേമത്തിന്റെ പ്രതീകമാണ് ഈ താജ്മഹൽ എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു സ്ത്രീയെ പ്രസവത്തിനുള്ള യന്ത്രമായി ഉപയോഗിച്ച ഒരാൾക്ക് അവളോട് എന്ത് പ്രേമമാണെന്ന് മനസ്സിലാകുന്നില്ല. അവൾ അത് പ്രസവത്തിൽ മരിച്ചു പോവുകയാണ്, ബ്ലീഡിംഗ് കൊണ്ട്. അവളെ ലോകത്തിലെ പ്രണയത്തിന്റെ ഏറ്റവും വലിയ സിമ്പലായിട്ട് അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ താജ്മഹൽ എന്ന് പറയുമ്പോൾ അതിലൊക്കെ ചില പൊരുത്തക്കേടുകളുണ്ട്. പക്ഷെ അത് നമ്മളിപ്പോൾ പറയാനായിട്ടില്ല. നമ്മളെപ്പോഴും പറയുന്നത്, നമ്മളെപ്പോഴും നമ്മുടെ ഫെയർ പോളിസിയാണ്, ലീഗലിയാണ് പോകുന്നത്. ഒരു അവകാശവാദം ഉന്നയിക്കുക മാത്രമല്ല, ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇവിടെ ഒരു പുരാതന ക്ഷേത്രം ഉണ്ടായിരുന്നു, ആരാധന നടന്നിരുന്നു എന്ന സംശയമുള്ളപ്പോൾ നമ്മൾ നിയമപരമായി പരാതി കൊടുത്തും അന്വേഷണത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുമാണ് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഇസ്ലാമിക് ഇൻവേർഡ് ചെയ്തതുപോലെ മഹാനായ ഓഷോ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു, നളന്ദ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറി, തക്ഷശില നളന്ദ അറിയാമല്ലോ, നളന്ദയിലെ ലൈബ്രറി ഈ ഇസ്ലാമിക് ഇൻവേർഡേഴ്സ് കത്തിക്കാനുള്ള ഒരേ ഒരു കാരണം അവിടെ ഖുർആന്റെ പതിപ്പില്ലായിരുന്നു എന്നുള്ളതാണ്. രസകരമായി തോന്നും നമുക്ക് കേട്ടാൽ. അത്രത്തോളം അന്ധമായിട്ടുള്ള ഒരു മതബോധത്തിൽ കഴിയുന്നവരെ ഉണർത്തിക്കൊണ്ടുവരുവാൻ വളരെ പ്രയാസമാണ്. അവർ ഉണരുകയില്ലെന്നത് കാരണം അവർ ഉറക്കം നടിക്കുകയാണ്. ദേ ആർ നോട്ട് സ്ലീപ്പിംഗ്, ദേ ആർ നോട്ട് അസ്ലീപ്. അവർ ഉറക്കം നടിക്കുകയാണ്. അപ്പൊ എന്തെല്ലാം ക്ലാരിയൻ കോൾ കൊടുത്താലും അവർ ഉണരില്ല. കാരണം അവർ ഉണർന്നു കഴിഞ്ഞാൽ ഈ സത്യങ്ങളൊക്കെ സമ്മതിക്കേണ്ടി വരും. ഇതര മതസ്ഥരുടെ മേൽ കാണിച്ചിരിക്കുന്ന തെമ്മാടിത്തരമൊക്കെ ഒഴിവാക്കേണ്ടി വരും. മാന്യമായിട്ട് ഡെമോക്രസിയിൽ ബഹുസ്വരതയിൽ ജീവിക്കേണ്ടി വരും. അതൊന്നും ഇവർക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമുക്കറിയാം, എനിക്കിപ്പോഴും വളരെ വേദനാജനകമായ ഒരു ചിത്രം ഞാൻ കണ്ടത്, അഫ്ഗാനിസ്ഥാനിലെ ഈ US ട്രൂപ്പെല്ലാം പിൻവാങ്ങി, ഇന്ത്യൻ ട്രൂപ്പ് പിൻവാങ്ങി, അതിന് ശേഷം താലിബാൻ ഭരണം വന്നപ്പോൾ അതിമനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓഫീസിൽ AK-47 കയ്യിൽ പിടിച്ചുകൊണ്ട് താടി വെട്ടിയിട്ട് 36 കൊല്ലമായ ഒരുത്തൻ കയറി ഇരിക്കുന്ന ചിത്രം, ആ കസേരയിൽ ഇരിക്കുന്ന ചിത്രം നിങ്ങൾ പലർക്കും ഓർമ്മയുണ്ടാവും. ഒരു കാലം അതിനെ മേലെ കയറ്റി വെച്ച് ഒരു വെളിച്ചെണ്ണയുടെ കുപ്പിയുമായി മേശപ്പുറത്ത് വെച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇത്രയും കാടത്തം നിറഞ്ഞ ബാർബേറിയൻസ് ആയിട്ടുള്ള ഇവരുടെ ഭരണം തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ ചെറുപ്പം മുതലേ മദ്രസ വിദ്യാഭ്യാസത്തിൽ വന്ന ഡോക്ടറും എഞ്ചിനീയറും അടക്കം. അവിടെയാണ് പ്രശ്നം. സോ ഇത് ചിലർ പറയും വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ് തീവ്രവാദം ഉണ്ടാകുന്നത്. അത് അമ്പേ തെറ്റാണ്. ബിൻ ലാദൻ വലിയ വിദ്യാഭ്യാസം ഉള്ളവനായിരുന്നു. ഇന്ന് ലോകം മുഴുവൻ ഇസ്ലാമിക പ്രഭാഷണം നടത്തുകയും തീവ്രവാദപരമായിട്ട് ശരിയ നിയമം വരണമെന്ന് ശഠിക്കുകയും ചെയ്യുന്നവരൊക്കെയും പോസ്റ്റ് ഗ്രാജുവേറ്റ്സോ പോസ്റ്റ് ഡോക്ടറൽ ഡിഗ്രി ഉള്ളവരൊക്കെയാണ്. വിദ്യാഭ്യാസമല്ല പ്രശ്നം. ആദ്യമേ തന്നെ അടിത്തട്ടിൽ ഉറപ്പിച്ചിരിക്കുന്ന മതബോധനമാണ് ഇത്തരക്കാരെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഇവരോട് എത്ര തർക്കിച്ചിട്ട് ഒരു കാര്യം. ഇപ്പം നമ്മുടെ അബ്ദുള്ള സാഹിബൊക്കെ വിദ്യാഭ്യാസമുള്ള ആളാണ്. പറയുന്ന കേട്ടാൽ അങ്ങനെ തോന്നില്ലെങ്കിലും അദ്ദേഹം 5ാം ക്ലാസ്സുകാരനല്ല. അദ്ദേഹം ഒരു പത്രാധിപരായിരുന്നു. മാധ്യമം പത്രത്തിന്റെ ഉയർന്ന സ്ഥാനം വഹിച്ച ആളാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി വളരെയധികം പ്രവർത്തിച്ച ആളാണ്. തേജസ്സിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. അപ്പൊ ഇവരൊക്കെ തന്നെ വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല. ഒരു പക്ഷെ നമ്മളെക്കാളും വിദ്യാഭ്യാസവും യോഗ്യതകളും ഉള്ളവരാണ്. പക്ഷെ അവർ വാദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ബെൻസ് ഒന്നും വേണ്ട, കാളവണ്ടി മതി എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇവരുടെ ആ ഒരു മതബോധനമാണ് ഈ മറ്റു മതങ്ങളുടെ വിഗ്രഹങ്ങളെ, അത് ആരാധിക്കുന്ന ഇടങ്ങളെ ആക്രമിച്ചാൽ സ്വർഗത്തിൽ അതിന് പ്രത്യേകം കൂലിയുണ്ടെന്ന് അവരുടെ മതബോധനത്തിലുണ്ട്, മതഗ്രന്ഥങ്ങളിലുണ്ട്. അത് വിശ്വസിച്ചിട്ടാണ് ഒരു ക്ഷേത്രം തകർത്താൽ അത്രയും നല്ലത്. ഇത് തന്നെയല്ലേ ഇവിടെ മാർക്സിസ്റ്റുകാരനും 70കളിലും പറഞ്ഞുകൊണ്ടിരുന്നത്. 60കളിലും 70കളിലും ഇവിടെ മാർക്സിസ്റ്റുകാർ പറഞ്ഞെന്താ, ഒരു കാവ് വെട്ടിത്തെളിച്ച് കപ്പ നട്ടാൽ അത്രയും നല്ലതെന്നാ പറഞ്ഞിരുന്നത്. നമ്മുടെ കേളപ്പ ജിയെ പറ്റി എന്താ പറഞ്ഞിരുന്നത്? നായ പാത്തിയ കല്ലുമ്മ ചന്ദനം ചാർത്തിയ കേളപ്പ എന്നാണ് ഇവിടുത്തെ അന്ന് DYFI ഇല്ല, അന്നത്തെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പിണറായി വിജയൻ അടക്കമുള്ള ആളുകളൊക്കെ വിളിച്ച മുദ്രാവാക്യതാണ്. അതായത് ഹിന്ദുക്കൾ ആരാധിക്കുന്ന ശിവലിംഗവും ശ്രീകൃഷ്ണ വിഗ്രഹവും ഒക്കെ ഇവർക്ക് നായ മൂത്രം ഒഴിക്കുന്ന കല്ല് മാത്രമാണ്. എന്നിട്ട് ഇവർ മതേതരത്വമാണ്, എല്ലാ മതങ്ങൾക്കും തുല്യസ്ഥാനമാണെന്ന്. അല്ല, ഇവരുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കറ കളഞ്ഞ ഐക്കണോക്ലാസം വിഗ്രഹഭഞ്ജനമാണ്. വിഗ്രഹഭഞ്ജനം ഹിന്ദു വിരോധവുമാണ്.
അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ മൈറ്റ് കൊണ്ട് നമുക്ക് ചിലതൊക്കെ സാധിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ ഇത് സാധിച്ചെടുക്കുന്നത് രക്തച്ചൊരിച്ചിലൂടെ അല്ല. നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിയമപരമായിട്ടാണ്. ഇതിന്റെ വസ്തുതകൾ കാലാകാലങ്ങളിൽ പഠിച്ച് ഇത് കോടതി സമക്ഷം സമർപ്പിച്ച് അതിനുമേലെ തർക്കവും വീണ്ടും വീണ്ടും വിചാരണയും നടന്ന ശേഷമാണ് രാമജന്മഭൂമി നമുക്കൊരല്പം സ്ഥലമെങ്കിലും കിട്ടിയത്. ഇപ്പൊ ഗ്യാൻവാബിയിൽ ഒരു വിധി വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഫെബ്രുവരി 3-ാം തീയതി വീണ്ടും ഇവര് പിന്നെ ഭാഗം വീണ്ടും അപ്പീൽ സമർപ്പിച്ചപ്പോൾ കോടതി വീണ്ടും അത് തള്ളി. അവിടെ ആരാധന തുടരണമെന്നാണ്. കാരണം നമുക്ക് ആ സ്ട്രക്ചർ, ഇവരൊക്കെ കണ്ണുകൊട്ടന്മാരാണോ? ആ സ്ട്രക്ചർ നോക്കിയാൽ അറിഞ്ഞൂടെ? സത്യം പറഞ്ഞാൽ ഒരു ബ്രാഹ്മണൻ മുസ്ലിങ്ങളുടെ തൊപ്പിയിട്ട് നിൽക്കുന്നവരുണ്ടത്. അതായത് താഴെഭാഗം മുഴുവൻ ഒന്നാന്തരം ക്ഷേത്രം, മേലെ മാത്രം ഒരു തൊപ്പി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ എത്ര ക്ഷേത്രങ്ങൾ. അതുകൊണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞാല് ഒറ്റ നോട്ടത്ത് മനസ്സിലായി അതിന് നമ്മളെ ശരിയാണ് കുഴിക്കേണ്ട കാര്യമൊന്നുമില്ല. അതാണ് അവിടെയാണ് പറഞ്ഞത്. ഇപ്പൊ അതുകൊണ്ടാണ് നേരത്തെ നമ്മുടെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ കാര്യം. ഈ റോമില താപ്പർ, KN പണിക്കർ തുടങ്ങിയിട്ട് ചില എന്താ പറയാ പ്രൊപ്പഗാൻഡിസ്റ്റുകൾ, അവർ പ്രൊപ്പഗാൻഡ ഹിസ്റ്റോറിയൻസ് ആണ്. ദേ ആർ നോട്ട് റിയൽ ഹിസ്റ്റോറിയൻസ്. ഈ സീതാറാം ഗോയൽ അവർക്ക് ഒരു കത്തെഴുതി, വിശദമായിട്ട് അവർ എഴുതിയിരിക്കുന്ന വൃത്തികേടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു കത്തെഴുതി. അത് വോയിസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചു. ആ കത്ത് എഴുതിയിട്ട് ഇവരോട് മറുപടി ആവശ്യപ്പെട്ടപ്പോ KN പണിക്കറും താപ്പറും, റോമില താപ്പർ ഒരു മറുപടി എഴുതി, നിങ്ങൾ 8ാം ക്ലാസ്സിൽ ഞങ്ങൾ എഴുതിയ NCERTയുടെ പുസ്തകം വായിച്ചു പഠിക്കൂ ചരിത്രം എന്ന്. സീതാറാം ഗോയലിനോട് പറയാണ്, ഞങ്ങൾ എഴുതിയിരിക്കുന്ന 8ാം തരത്തിലെ പുസ്തകം പഠിക്കൂ എന്ന് വെച്ചാല് കളിയാക്കുകയല്ലാതെ ഇവരൊരിക്കലും അദ്ദേഹം ഉന്നയിച്ച ചോദ്യങ്ങൾക്കോ വാദങ്ങൾക്കോ ഇന്ന് വരെ മറുപടി പറഞ്ഞിട്ടില്ല. ഈ റോമില താപ്പർ ഞാൻ പറഞ്ഞല്ലോ പഴയ ബോർഡൻ ചേർന്ന ഭാഗമാണ്. KN പണിക്കർ അതെയാണ്. ഇങ്ങനെ കേരളത്തിലടക്കമുള്ള ചരിത്ര പണ്ഡിതരെന്ന് മേനി നടിക്കുന്ന പലരും പ്രൊപ്പഗാൻഡ ഹിസ്റ്റോറിയൻസ് മാത്രമാണ്. their only job is to create a propaganda wherein Hinduism will look like demonic. ഹിന്ദുവിസം വളരെ ചെകുത്താന്റെ മതമാണെന്ന് തോന്നിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇത് ചരിത്ര വസ്തുതകളല്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് പിന്നെ BB ലാലിന്റെ തെളിവ് അടക്കമുള്ള എക്സ്കവേഷന്റെ തെളിവടക്കമുള്ള ഗ്രന്ഥത്തെ വായിക്കാതെയാണ് സുപ്രീം കോർട്ടിൽ തെറ്റിദ്ധാരണജനകമായിട്ട് ശർമ്മ അടക്കമുള്ള ലെഫ്റ്റ് ഹിസ്റ്റോറിയൻസ് ഈ അയോധ്യ കേസിൽ പിന്നെ വാദിച്ചിരുന്നതും സമർപ്പിച്ചിരുന്നതും. എന്ന് പറഞ്ഞാൽ നമ്മൾ കുഴിച്ചെടുത്ത വിഗ്രഹങ്ങൾക്ക് വിലയില്ല. അവർ സ്വന്തം ബുദ്ധിയിൽ തെളിഞ്ഞിട്ടുള്ള ഹിന്ദുവിരുദ്ധ പ്രൊപ്പഗാൻഡയെ ചരിത്രം അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് അയോധ്യ വിധി വന്നതിന് ശേഷം കുറെ അധികം ഹിന്ദുക്കള് ഈ ലെഫ്റ്റ് ഹിസ്റ്റോറിയൻസിന്റെ, വിശേഷിച്ച് KK മുഹമ്മദ് സാർ വളരെ എടുത്തു പറഞ്ഞ കാര്യമാണ്, ഇടത് ചരിത്രകാരന്മാരാണ് ഇസ്ലാമിന് വേണ്ടിയുള്ള കവർ ഫയർ നടത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം കരുതിയിരിക്കേണ്ടത് ഇടതു ചരിത്രകാരന്മാരെയാണ് എന്ന വസ്തുതയാണ് ഈ ഓരോ എക്സ്കവേഷൻ തെളിയുന്നത്. അവർക്ക് ഹിന്ദുമതം തകർന്നു പോയാൽ സന്തോഷമേ ഉള്ളൂ. കാരണം അവർക്ക് വേണ്ടുന്ന അച്ചാരം വരുന്നത് ഈ കൂട്ടരുടെ കയ്യിൽ നിന്നാണ് എന്നത് വ്യക്തമായിരിക്കുകയാണ്.